ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്കൂളിൽ വിടാനുള്ള ആദ്യത്തെ സ്റ്റേജ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടോ. ഇനി രണ്ടാമത്തെ സ്റ്റേജാണ് മക്കൾ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റിലെ കടയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വരുന്നവരെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഫസ്റ്റിലൊക്കെ ബാഗ് നല്ല കനമാണ് കേട്ടോ. അപ്പോൾ ആരുടെയാണ് കൂടുതൽ കനം ഞാൻ പൊക്കി നോക്കിയതാണ്. അങ്ങനെ 3 പേരുടെയും ബാഗിൻ്റെ വെയിറ്റ് എല്ലാം നോക്കി അങ്ങനെ നിന്ന് നോക്കിയപ്പോൾ സമയം വീണായിട്ട് ഫിറോസിന് 8:40-നാണ് ബസ് വരുന്നത്. സമയം 8:40 എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 9 മണിക്ക് അവന് ബസ് ഉള്ളൂ കേട്ടോ. കാരണം ആ ഭാഗത്തോട്ട് എപ്പോഴും ബസ് ഉണ്ടെങ്കിലും കറക്റ്റ് സമയത്ത് ചിലപ്പോൾ എത്താൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അപ്പോൾ അവനവിടെ കിടന്ന് തിരക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചുനും ബസ്സിലൊന്നും ഇത്രയും നേരത്തെ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അവന്മാർക്ക് 9:30-9 മണിയൊക്കെ ആകുമ്പോൾ പോയാൽ മതിയേ. അപ്പോൾ ഫിറോസ് ഇവിടുന്ന് കവല വരെ നടന്നു പോകണ്ടല്ലോ എന്ന് ഓർത്ത് എന്തായാലും ഇവർ ഓട്ടോ വിളിച്ചാണല്ലോ വിടുന്നത്. എന്നാൽ പിന്നെ ഇവരെ നേരത്തെ വിട്ട് കഴിഞ്ഞാൽ അവന് ടൗണിൽ പോയി ഇറങ്ങാം, അവിടുന്ന് നേരിട്ട് ബസ് കയറി പോകാം. അങ്ങനെ പ്ലാനായിട്ടാണ് നേരത്തെ എല്ലാത്തിനും കുത്തിപ്പൊക്കി വിടുന്നത്. പിന്നെ പിള്ളേരും വേഗം പോയി കഴിഞ്ഞാൽ ബാക്കി പണിയെല്ലാം വേഗം ചെയ്യാമല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞത് പിള്ളേർ ഇറങ്ങി പോയിട്ടുണ്ട്. മഴയാണെങ്കിൽ ഞാൻ മോളിൽ നിന്ന് ഓട്ടോ വിളിച്ചാണ് വിടാറ്. മഴയില്ലെങ്കിൽ താഴെ നിന്ന് വിടും. പിന്നെ തിരിച്ചു വരുമ്പോൾ മോളിൽ വന്ന് ഇറങ്ങും. അങ്ങനെയാണ് വിടാറ് കേട്ടോ. താഴ്ന്ന വെച്ചാൽ ഈ റോഡ് അങ്ങ് തീരുന്നത് നമ്മൾ റോഡാണ്, വണ്ടി വരുന്ന റോഡാണ്. ഇവിടെ വരെ വണ്ടിയൊക്കെ വരാറുണ്ടാലും പിള്ളേരുടെ വണ്ടി അങ്ങനെ വിടാറില്ല. കൂടുതലും അങ്ങോട്ട് ഇറങ്ങി പോവുക ചെയ്യണ്ട. അപ്പോൾ ഈ കാക്കമാരും പോകുന്നത് നോക്കി ഒരാളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ കാക്കമാർ അവിടെ നിന്ന് പോകുന്നത് നോക്കി അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ഇനി അതും കഴിഞ്ഞ് കുറേ പണിയൊക്കെ കിടക്കണുണ്ട്. അപ്പോൾ പാത്തൂനെ ഒന്ന് കെട്ടി ഉറക്കാൻ വേണ്ടി നോക്കിയിട്ട് അവൾ ഉറങ്ങുന്നില്ലായിരുന്നു കേട്ടോ. തിരിച്ചു വന്ന് നോക്കിയപ്പം കഞ്ഞിയുടെ വെള്ളമെല്ലാം തീയൊക്കെ കെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം മഴയായതുകൊണ്ട് ഉണങ്ങിയ വിറകാന്ന് പറഞ്ഞാലും ഒന്ന് ഈർപ്പം തട്ടിയിട്ട് കത്താൻ ഇച്ചിരി പാടാണ്. പിന്നെ നമ്മുടെ മണ്ണെണ്ണക്കെല്ലാം ആവശ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടൊക്കെ തീരുകയും ചെയ്തു കേട്ടോ. എന്നാലും കുഴപ്പമില്ല. പേപ്പറൊക്കെ കത്തിച്ച് കൊടുത്ത് ചുള്ളിക്കമ്പൊക്കെ കത്തിപ്പിടിച്ചോളൂ. ഇച്ചിരി കണലുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ അരി ഇട്ടിട്ടുണ്ട്. ബാക്കി പണി ഇനി ഓരോന്ന് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളേ. ബസ്സിൽ പോകുന്നതിന് മുന്നേ ഞാൻ കടയിൽ വിട്ടതിനെ പരിപ്പ് മേടിപ്പിക്കാനായിരുന്നു കേട്ടോ. നമ്മൾ പരിപ്പ് അങ്ങനെ ആവശ്യത്തിന് മേടിച്ച് വെക്കാറുള്ളൂ, അല്ലാതെ സ്റ്റോർ ചെയ്ത് വെക്കാറൊന്നുമില്ല കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ പോയി 1 കിലോ മേടിക്കും, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒത്തിരി നാളായി പരിപ്പ് വെച്ചിട്ട് അതിനപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പരിപ്പും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. അല്ലാതെ ഈ ഇറച്ചി മീൻ അങ്ങനത്തേനൊന്നും വെറുതെ തിന്നാൻ ഇഷ്ടമാണെങ്കിലും എന്നാലും വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇങ്ങനത്തെ കണികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കഴിച്ചോളൂ. ഇക്ക് വരുമ്പോൾ എന്തായാലും മീൻ കൊണ്ടുവരും. അപ്പോൾ പിന്നെ തൽക്കാലത്തിന് ചാറായിട്ട് എന്തെങ്കിലും ആക്കാമെന്ന് വെച്ചിട്ട് പിള്ളേർ എന്തായാലും ഉച്ചയ്ക്ക് ഉണ്ടാവില്ലല്ലോ. പിന്നെ ഉപ്പ ഉച്ചയ്ക്ക് അങ്ങനെ ചോറുണ്ണാറില്ല. ചിലപ്പോൾ വന്നിട്ട് ഒന്നെങ്കിൽ ചായ കുടിക്കും, അല്ലെങ്കിൽ വൈകുന്നേരം ഇച്ചിരി കഞ്ഞി കുടിക്കാണ്ട്. ഉപ്പാക്കുള്ള കഞ്ഞിയോളം ഞാൻ കഞ്ഞി കുടിക്കും ഇപ്പോഴും മാറ്റി വെക്കാറുണ്ട്. പിന്നെ ഇക്ക കഴിക്കാറുള്ളൂ. അപ്പോൾ ഇക്ക മീൻ കൊണ്ടുവരാൻ അപ്പോൾ തന്നെ വേഗം കൂട്ടിയാക്കാമല്ലോ. അപ്പോൾ ഞാൻ പപ്പടം എല്ലാം പൊരിക്കാൻ അപ്പുറത്തെ അടുപ്പിൽ കുക്കറും വെച്ചിട്ടോ. ഞാൻ അതൊന്ന് തിരിഞ്ഞപ്പോഴേക്കും ചട്ടി പുകഞ്ഞ് ആളി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം പപ്പടം പൊരിച്ചെടുക്കണേ. പപ്പടത്തിൻ്റെ മുഴുപ്പിനേക്കാളും വലിയ പപ്പടമായിട്ടാണ് കിട്ടിയിരുന്നത്. ചട്ടീനേക്കാളും വലിയ പപ്പടമാണെന്ന് പറയാം. പൊരിച്ച് വന്നപ്പോൾ വലിയതായിട്ടാണ് കിട്ടിയത്. പക്ഷേ അങ്ങനത്തെ പപ്പടം എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് ഒത്തിരി കൊമ്പളിക്കുന്ന പപ്പടം ഇഷ്ടമില്ല. കൊമ്പളിക്കാത്ത സൈസാകുമ്പോൾ ഇച്ചിരി മുരുമുരുപ്പ് ഉണ്ടാവും. പപ്പടം പിന്നെ പരമാവധി കൊണ്ടാൽ ഞാൻ പൊരിച്ച് വെക്കാറില്ല കേട്ടോ. ചുട്ട് കൊടുക്കുക ചെയ്യുള്ളൂ, എണ്ണ ലാഭിക്കാനായിട്ട്. അങ്ങനെ അതും പൊരിച്ച് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുക്കറിലുള്ള വേകുന്നതിന് മുന്നേ താളിക്കാനുള്ളതൊക്കെ വേഗം ആക്കി വെച്ച് കഴിഞ്ഞാൽ പാടില്ലല്ലോ. എപ്പോഴാണ് പാത്തൂനെ ഇളകാന്ന് പറയാൻ പറ്റില്ല. അലമ്പുണ്ടാക്കി കഴിഞ്ഞാൽ പുള്ളി നിർത്തത്തില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കരച്ചിലും വിസിലൊക്കെ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും കുക്കറിലുള്ള വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 5-6 വിസിൽ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പരിപ്പ് വെന്തില്ലെങ്കിൽ കൊഴുപ്പ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ വേവിക്കാറുണ്ട്. ചിലർ വലുതായിട്ടൊന്നും വേവിക്കുന്നത് കാണാറില്ല. എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് നല്ലപോലെ വേവിക്കണം കേട്ടോ. അപ്പോൾ അതേ മൺചട്ടിയൊക്കെ എടുക്കാതെ വെച്ചിട്ട് പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകിയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതേ കടുക് പൊട്ടിച്ച് നമ്മൾ ചെറിയുള്ളി മൂപ്പിക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേപ്പിൻ്റെ ഒരു നുള്ളുണ്ടായിരുന്നുള്ളൂ. നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടി കൊടുത്ത് വെച്ചതിന് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. എണ്ണ ഞാൻ കാച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഓർത്ത് പറ്റിയില്ല കേട്ടോ, സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. തലയിലൊക്കെ ചീപ്പ് ഒന്ന് വെച്ച് ഇരിക്കഴിഞ്ഞാണ്ട് അതുപോലെ മുടി ഊരിപ്പോയിട്ടുണ്ട്. എണ്ണ കാച്ചിയതാണ്. പാത്തൂനപ്പോൾ ഇപ്പോഴേ തേച്ച് കൊടുത്തതിൻ്റെ എണ്ണയുടെ ഇതൊക്കെ പിടിക്കുള്ളൂ. അതുകൊണ്ട് പാത്തൂനും കൂടെ ചേർത്താട്ടോ കാച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അടുത്ത പ്രാവശ്യം കാച്ചുമ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അങ്ങനെ അതേ കറിയെല്ലാം ആയിട്ടുണ്ട്. പാത്തൂനുള്ള ചോറും കൂടെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം, മുറ്റത്ത് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. കാരണം മീൻ കൊണ്ടുവന്നിട്ടില്ലേ, മീനിക്ക വരുമ്പോൾ കൊണ്ടുവരുള്ളൂ. അപ്പോഴേക്കും വേഗം മുറ്റൊക്കെ തൂത്ത് വൃത്തിയാക്കാണ്. ഇപ്പോൾ മുറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 1 മാസമായിട്ട് തൂക്കാതിരുന്നാന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ എന്നും ഞാൻ തൂക്കുന്നതാണ് കേട്ടോ. ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആയിരുന്നു തൂക്കുന്നത്. പക്ഷേ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുമല്ലോ മുറ്റ ഇന്നേ വരെ തൂത്തിട്ടില്ല എന്ന്. റംബൂട്ടാനും ചിരുമ്പിയുടെ ആട്ടോ ഏറ്റവും കൂടുതൽ വന്ന് കിടക്കുന്നത്. കാരണം റംബൂട്ടാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നമുക്ക് കഴിക്കാൻ കിട്ടാറില്ല കേട്ടോ. രാത്രി ആകുമ്പോൾ നല്ല വവ്വാലിൻ്റെയും അണ്ണാൻ്റെ കൊച്ച നല്ലപോലെ കേൾക്കാം ഇത് വന്ന് തിന്നിട്ട് പോകുന്നത്. അപ്പോൾ വൈകുന്നേരം ഞാൻ തൂത്തിട്ടെന്ന് പറഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ നല്ല ഇഷ്ടം പോലെ ഇവിടെ വീണ് കിടക്കണ്ട. അങ്ങനെ രാത്രി മൊത്തങ്ങളൊക്കെ വന്ന് നിന്ന് കഴിയായിരിക്കും. അങ്ങനെ ആ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടി തുണി വിരിച്ചിട്ടുള്ളതാണ് കേട്ടോ. കാരണം മഴ എപ്പോഴാണ് ഓടി വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് 4 ഭാഗത്തും ഞാൻ അങ്ങനെ ഇടാറില്ല. പിള്ളേർക്ക് മാത്രം വെയിലുണ്ടെങ്കിൽ കുറച്ച് ഇതിൻ്റെ മുകളിൽ കൊണ്ടിടും. ബാക്കി കുറച്ച് എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ ഇടാറില്ല കേട്ടോ. ആദ്യം കുറച്ച് ഇട്ട് ഉണക്കിയിട്ടാണ് അടുത്ത് ഇടാറ്. നമുക്ക് പിന്നെ ഫ്രണ്ടിൽ അത്യാവശ്യം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തുണിയൊക്കെ ഉണങ്ങി കിട്ടും. വലുതായിട്ട് മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് തുണി ഉണക്കാൻ വേണ്ടി ഞാൻ വിരിച്ചിട്ടുണ്ടോ. ബാക്കി പകുതി മെഷീനകത്ത് കിടപ്പുണ്ട്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാലോ അത്യാവശ്യം നല്ല മഴക്കാറുണ്ട്. എപ്പോഴാണ് എല്ലാം ഒന്നിച്ചൊരു വരാൻ പറയുന്നത്. ഞാൻ പകുതി ഇട്ട് ഉണക്കിയിട്ട് ബാക്കി ഞാൻ ഇടാറുള്ളേ. അങ്ങനെ പാത്തൂനെ അകത്ത് കയറ്റി ഇവിടെ ഉറക്കിയതാണ് കേട്ടോ. ഞാൻ തൂക്കുന്ന ഒച്ച കേട്ടിട്ട് എണീറ്റാണ്. ഇനി ഇപ്പോഴൊന്നും കിടന്ന് ഉറങ്ങത്തില്ല കേട്ടോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇക്കതേ വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ലേസൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്.
ഇങ്ങനത്തെ സാധനമൊന്നും എനിക്ക് അങ്ങനെയൊന്നും എപ്പോഴൊന്നും മേടിച്ചൊന്നും കൊടുക്കാറില്ല കേട്ടോ. അതപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് കൊണ്ട് കൊടുത്താണ്. പിന്നെ പണിയുടെ ഇടയിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവളവിടെ അടങ്ങിയിരുന്നോളും. അപ്പം മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ വേറൊരു ഐറ്റം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ ആളാണ് പാത്തും ഇച്ചും. ഇതിൻ്റെ മെയിൻ ആളാട്ടോ റംബുട്ടാൻ്റെ. നമ്മളിതിലുള്ളത് വെച്ചാൽ നല്ല ബഡിൻ്റെ സൈസാണ്, മുഴുത്തുള്ളതാണ്. പിന്നെ നമുക്ക് പറിച്ചെടുക്കാം ആ രീതിയിലാണ്. ഇതായി ഒട്ടി കിടക്കുന്നത്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര പുളിയായിരുന്നു കേട്ടോ. കളറ് മാത്രമേ ഉള്ളൂ. ഇനി ചെറുതിന് എപ്പോഴും എന്താ പറയുക, പുളി ഉണ്ടാവും നല്ലപോലെ. അപ്പോൾ ചുമല നോക്കിയെടുത്താണെങ്കിലും നല്ല അത്യാവശ്യം പൊളിയുണ്ടായിട്ട് അതിൻ്റെ വാ ഓടിപ്പോയി. അപ്പോൾ പാത്തൂനെ അയിമെന്ന് കീറി കൊടുത്തു. പാത്തൂനെ കുരുവോട് കൂടി കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അച്ചാറിടാമെന്നും പറഞ്ഞ് കൊടുന്ന കേട്ടോ. അതിപ്പോൾ എന്തായാലും പിള്ളേർ സ്കൂളിൽ വരുമ്പോൾ അതെല്ലാം തിന്ന് തീർക്കും. അങ്ങനെ അത് ഞാൻ എടുത്ത് മാറ്റിച്ച് ഇതേ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്തൂനെ കൊടുക്കലിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല മുള്ളുള്ളതെന്ന് പറഞ്ഞു. കറിക്കാണ് കൊടുന്നത്. പിന്നെ കറി ഇരിപ്പുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് പൊരിക്കാനാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറി വെച്ച് കഴിഞ്ഞപ്പോൾ വലിയ ഓളം കാണത്തില്ല കേട്ടോ. വൈകുന്നേരം കൂടുതലും ഇപ്പോൾ പരിപ്പറി ഉള്ളതുകൊണ്ട് പൊരിച്ചാണെങ്കിലും നല്ല രസം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാനത് പൊരിക്കാനാക്കിയിട്ടുണ്ടായിരുന്നേ. പൊരിക്കാൻ ഇതെല്ലാം ഒന്നിച്ച് കൂട്ടി വെച്ചാൽ ഞാൻ പിന്നെ അത് 2 പീസാക്കിയിട്ടേ കൊടുക്കാറുള്ളൂ. കാരണം ഇത്രയും വലുതായിട്ടും ഞാൻ കൊടുക്കാറില്ല കേട്ടോ. കാരണം അതിന് അത്യാവശ്യം മുഴുപ്പുണ്ടല്ലോ. പരമാവധി പൊരിക്കാനുള്ളതൊക്കെ 2 ദിവസത്തിന് ഞാനാണ് എടുക്കുന്നതെങ്കിൽ ഞാനത് ഒപ്പിക്കാറുണ്ട്. 2 ദിവസത്തിനൊക്കെ ആയിട്ട് ഞാൻ വെക്കും. അതാകുമ്പോൾ ചാറാകുമ്പോൾ പിന്നെ വലിയ ഓളെങ്കിലും പൊരിക്കാനാകുമ്പോൾ ഫ്രിഡ്ജിനകത്ത് ഇരുന്നുള്ളൂ. മസാലയും കൂടെ കൂട്ടി വെച്ചാൽ പിന്നെ കേട് വരത്തില്ലല്ലോ. അപ്പോൾ ദേ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഞാൻ ഇതിലിടാറുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, എണ്ണ. ഇത് ഞാൻ എണ്ണ കൂട്ടി കുഴക്കുന്നത് ഇത് ഫോണിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല രസമുണ്ട് എണ്ണ കൂട്ടി പൊരിച്ചിട്ട്. അങ്ങനെ എണ്ണ കൂട്ടി അങ്ങനെ പിടിപ്പിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തോന്നുന്നുണ്ട്. മസാലയൊക്കെ നല്ലപോലെ പിടിക്കുന്നുണ്ട്. സാധാരണ ഞാൻ വെള്ളമാണ് ഒഴിക്കാറ്. സുറുക്ക് ഒഴിച്ചാലും വെള്ളം ഞാൻ ഒഴിക്കാറുണ്ട്. പക്ഷേ വെള്ളത്തിന് പകരം എണ്ണ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ലപോലെ സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് പൊരിച്ചൊന്നും വെക്കത്തില്ല. ഇതിങ്ങനെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കും. ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാത്രം പൊരിച്ച് കൊടുക്കും. ഇല്ലെങ്കിൽ അതങ്ങനെ ഇരുന്നോളൂ. പിന്നെ പൊരിച്ച് വെച്ച് കഴിഞ്ഞാൽ തീരുവാണ്ട് ആവശ്യത്തിന് മാത്രം ഞാൻ എടുത്ത് പൊരിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം പാത്രത്തിലാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പാത്രങ്ങളൊന്നും ഇല്ല കഴുകാനായിട്ട്. നമ്മൾ അടുക്കളപ്പണി ഏറെക്കുറൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നല്ലതായിട്ട് പിന്നെ കാണാം. ബൈ ടാറ്റാ.